അത് പിന്നെ എന്തേലും ആവട്ടെ, അയാൾ ആളുകളെ സഹായിക്കുന്നുണ്ട്. അത് സ്വന്തം പ്രൊമോഷന് വേണ്ടി ഉപയോഗിക്കുന്നത് അയാളുടെ ഇഷ്ടം. അതിനെക്കുറിച്ച് തൽക്കാലം ഞാനൊന്നും പറയുന്നില്ല. നമ്മുടെ വിഷയം അതൊന്നുമല്ല. ഈ പറയുന്ന ടോണി അച്ചായൻ ചെയ്ത ഒരു ഉടായ്പിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ നന്മമരം കളിയൊക്കെ വെറും ഒറിജിനൽ തന്നെയാണോ, അതോ വെറും പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമാണോ എന്ന് വരെ സംശയം തോന്നിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പൊ അച്ചായനെതിരെ പുറത്തു വന്നിരിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അച്ചായൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അച്ചായൻ പുതിയൊരു പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. 40 പുതിയ സ്വർണ്ണക്കടകൾ അച്ചായൻ തുടങ്ങുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായി ഓരോ കടക്കും ഓരോ വീട് എന്നുള്ളതാണ് അച്ചായന്റെ പദ്ധതി. അങ്ങനെ വരുമ്പോൾ 40 കടക്ക് 40 വീടുകൾ. വീടില്ലാത്ത പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുക. ഇങ്ങനെ വീട് വെച്ച് കൊടുക്കുന്നവരുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ലൈഫ് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുക. ഇതാണ് പരിപാടി. അങ്ങനെ ഈ പദ്ധതിയുടെ ഭാഗമായി താൻ വെച്ച് കൊടുത്ത 32ാമത്തെ വീട് എന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അച്ചായൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാലുകൊണ്ട് വയ്യാത്ത ഒരു വയസ്സായ മനുഷ്യനും അയാളുടെ ഭാര്യയും മാത്രം താമസിക്കുന്ന ഒരു ഷീറ്റിട്ട വീട്. ആ വീട്ടിൽ നിന്നും അവരെ അച്ചായൻ കൈ പിടിച്ചുകൊണ്ട് പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഇതാണ് സംഭവം. ഞാൻ ആദ്യം ആ വീഡിയോ ഒന്ന് ഇവിടെ പ്ലേ ചെയ്യാം. എന്നിട്ട് അതിനുശേഷം എന്താണ് ഇവിടെ നടന്ന ഉടായ്പ എന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. പോലെ 40 കട 40 വീട് പദ്ധതിയിൽ അച്ചായൻ നിർമ്മിച്ചു കൊടുത്തതാണ്. ഉത്തരവ് ഞാൻ തന്നെ പറയാം. ഇത് അച്ചായൻ ഉണ്ടാക്കിയ വീടല്ല. ഇത് ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച വീടാണ്. ആ ഭൂമി അടക്കം അവർക്ക് സർക്കാരിൽ നിന്നും കിട്ടിയതാണ്. അച്ചായൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ കുറച്ച് പൈസയോ അല്ലെങ്കിൽ വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചറോ അച്ചായൻ ഓഫർ ചെയ്ത് കാണും. പക്ഷെ അങ്ങനെയാണെങ്കിൽ അത് പറഞ്ഞുകൊണ്ടല്ല അയാൾ വീഡിയോ ചെയ്യേണ്ടിയിരുന്നത്. അല്ലാതെ വീടും പറമ്പ് ഉണ്ടാക്കി കൊടുത്തത് താനാണെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യാൻ ഈ അച്ചായൻ എന്ന് പറഞ്ഞവന് തീരെ ഉളുപ്പില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അല്ലെങ്കിലും ഇയാളുടെ വീഡിയോകളെല്ലാം ഇയാൾ ഫുൾ നാടകമാണ്. ഭയങ്കര സ്വയം പുകഴ്ത്തലും പ്രസംഗവും പിന്നെ വീട്ടിൽ കയറി ചെന്നിട്ടുള്ള മറ്റു പ്രകടനങ്ങളും അങ്ങനെ ഫുൾ നാടകമാണ്. പക്ഷെ ഇയാൾ ആളുകളെ സഹായിക്കുന്നുണ്ടല്ലോ എന്ന് കരുതിയാണ് എല്ലാവരും ഇത് സഹിച്ചിരുന്നത്. ഇയാൾ എന്താന്ന് വെച്ചാൽ കാണിച്ചോട്ടെ, ആളുകൾക്ക് ഉപകാരം ഉണ്ടാവുന്നുണ്ടല്ലോ എന്ന മൈൻഡിലായിരുന്നു എല്ലാവരും. പക്ഷെ ഇത് അങ്ങനെയല്ല. ലൈഫ് മിഷനിൽ കിട്ടിയ വീട് കാണിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കി കൊടുത്തതാണെന്നും പറഞ്ഞ് ഇയാൾ വീഡിയോ ചെയ്യുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഇയാൾ ഉണ്ടാക്കി കൊടുത്ത മറ്റ് 40 വീടുകളും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അല്ല വേറെ എന്തൊക്കെ ഉടായ്പകളാണ് ഇയാൾ ചെയ്തതെന്നൊന്ന് അറിഞ്ഞിരിക്കണല്ലോ. ഒന്നും വേണ്ട, അച്ചാൻ ചെയ്ത വീഡിയോയും രജനീഷ് ചെയ്ത വീഡിയോയും തമ്മിൽ ഒന്ന് ശരിക്കിരുന്ന് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മാറ്റം മനസ്സിലാകും. അച്ചായന്റെ വീഡിയോയിൽ ആ വയസ്സായ അച്ഛനും അമ്മയ്ക്കും കൃത്യമായ ഇൻസ്ട്രക്ഷൻ നൽകി അഭിനയിപ്പിക്കുകയാണെന്നുള്ളത് നന്നായി മനസ്സിലാകും. അത് കണ്ടാൽ തന്നെ മനസ്സിലാകും. അതിനൊക്കെ ഇയാളുടെ കൂടെ PR ടീം ഉണ്ടാവല്ലോ. ഡയലോഗ് വരെ ഇവര് പഠിപ്പിച്ചു കൊടുത്തതാണെന്ന് കേട്ടാൽ മനസ്സിലാക്കും. രജനീഷിന്റെ വീഡിയോ കണ്ടാലാണ് ആ മാറ്റം ശരിക്കും മനസ്സിലാവുക. അച്ചായന്റെ വീഡിയോയിൽ റോബോട്ടിനെ പോലെയാണ് ആ വയസ്സായ അച്ഛൻ സംസാരിക്കുന്നത്. എന്നാൽ രജനീഷിന്റെ വീഡിയോയിലോ ചിരിച്ചു കളിച്ച് നല്ല ഓർഗാനിക് ആയിട്ടാണ് ആള് സംസാരിക്കുന്നത്. എനിക്ക് 4 ആളെ വിളിച്ച് ഈ വീടിന്റെ പാലുകാച്ചൽ നടത്തണമെന്ന് രജനീഷിനോട് പറയുന്ന അതേ ആള് തന്നെ അച്ചായ മാത്രം ഉണ്ടായിരിക്കെ വീടിന്റെ പാലുകാച്ചൽ നടത്തുന്നതായി അച്ചായന്റെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. വീഡിയോയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ മാത്രം പാലുകാച്ചലാണെന്ന് ആർക്കും മനസ്സിലാക്കും. ഇയാളുടെ എല്ലാ വീഡിയോകളിലും ഇതുപോലുള്ള പാലുകാച്ചൽ ഉണ്ടാവാറുണ്ട്. എന്തായാലും ഇയാളുടെ ഉടായ്പ എത്രയും പെട്ടെന്ന് തന്നെ തുറന്നു കാട്ടേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇയാൾ ഇപ്പൊ തന്നെ ഒരുപാട് വളർന്ന് പന്തലിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ എന്റെ വീടിന്റെ കമന്റ് ബോക്സ് തന്നെ നോക്കിക്കോളൂ. എന്നെ തെറിവ് വിളിച്ചിട്ടുള്ള ഇഷ്ടംപോലെ കമന്റുകൾ ഉണ്ടാവും. നീ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യുന്നുണ്ടടാ, ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കാനല്ലേ നിനക്കൊക്കെ അറിയൂ, സഹായിക്കുന്നവർ സഹായിക്കട്ടടാ, അതും കൂടി ഇല്ലാതാക്കൽ എന്ന് പറഞ്ഞ് ഇഷ്ടംപോലെ കമന്റുകൾ വരും. ഒരാൾ കുറച്ച് ചാരിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ എന്ത് ഉടായ്പ കാണിച്ചാലും പ്രശ്നമില്ല എന്നുള്ള മെന്റാലിറ്റിയാണ് ഇവിടെ പലർക്കും. അവൻ കട്ടാനെന്താ, കൊന്നാലെന്താ, ഉടായ്പ കാണിച്ചാലെന്താ, അവൻ പാവങ്ങളെ സഹായിക്കുന്നുണ്ടല്ലോ എന്നായിരിക്കും പലരുടെയും നിലപാട്. ആളുകളുടെ ഈ മെന്റാലിറ്റിയാണ് ഇവിടുത്തെ സകല ഫ്രോഡുകളും വളരാനുള്ള ഇന്ധനം എന്ന് പറയുന്നത്. നല്ല പ്രോത്സാഹനല്ലേ, പിന്നെ എന്തിനാ പേടിക്കേണ്ടത്? എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.